I'm not saying Muslims are perfect. No, Islam is perfect. Muslims are not perfect. എനിക്ക് എന്റെ മതത്തിൽ എന്റെ ഈമാനിൽ എനിക്ക് അതിന്റെ ഉള്ളിലുണ്ട്. പോസിബിൾ ആവുന്നത് ഇപ്പൊ ട്രാൻസ്ജെൻഡർ പെണ്ണായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധനങ്ങളില്ലേ, ഓലെ പെൻഡുലം പോയി തന്നെയുള്ളൂ. പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇസ്ലാം മതം സ്വീകരിച്ച് ആ മതം പൂർണ്ണമായി മനസ്സിലാക്കി മുന്നോട്ട് പോയ മുംതാസ് എന്ന് പറയുന്ന ഒരു നടി, ഇസ്ലാമിൽ ജനിച്ച് ഇസ്ലാം മതത്തെ അവഹേളിച്ച് ഇസ്ലാം മതം പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ എല്ലാം തള്ളി താഴെയിട്ട് അവരുടെ ഇഷ്ടാനുസരണം നബിചര്യയെയും അതേപോലെ ആയത്ത്, സൂറത്ത്, ഖുറാൻ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് മുന്നോട്ട് പോകുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി, രണ്ടുപേരും തമ്മിലുള്ള വലിയ അന്തരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പൂർണ്ണമായി സ്ത്രീ ആയിരുന്ന മുംതാസ് അവർ ഗ്ലാമറസ് വേഷങ്ങൾ മാത്രമായിരുന്നു സിനിമയിൽ ചെയ്തിരുന്നത്. ഖുഷി എന്ന സിനിമയിലെ ഒരു പാട്ട്, അതാണ് തോന്നുന്നു അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, കട്ടിപ്പൂടി കട്ടിപ്പൂടിട എന്ന് തുടങ്ങുന്ന ഒരു സോങ്. അതെല്ലാം കഴിഞ്ഞ് 2018 ആയപ്പോഴേക്കും ഇസ്ലാം മതം സ്വീകരിച്ച് അവർ ആ ഒരു വിശ്വാസത്തിൽ ലയിച്ചു. പൂർണ്ണമായിട്ടും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആ മതത്തിലേക്ക് വന്നതിന് ശേഷം ഒരു വൃത്തികേടും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ജാസി ജനിച്ച മതത്തിനെ എങ്ങനെയാണ് അവഹേളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമുക്ക് മുംതാസ് അന്ന് മക്കയിൽ വെച്ച് സംസാരിച്ച ഒരു വീഡിയോ ആണ്, അതൊന്ന് കാണാം. மோனிஷா என் மோனாலிசா அப்படிங்கிற படம் மூலமா தமிழ் சினிமால அறிமுகமானவங்க தான் நடிகை மும்தாஜ். அந்த படத்துக்கு அப்புறம் சில படங்கள் அவங்க நடிச்சிருந்தாலும் குஷி படத்துல வர கட்டிப்புடிடா சாங் அப்புறம் ரொம்பவே பிரபலமானாங்க. அதுக்கப்புறம் அவங்களுக்கு தமிழ் மற்றும் தெலுங்குலயும் நிறைய பட வாய்ப்புகள் கிடைச்சது. ஆக்டிங் மட்டும் இல்லாம நிறைய படங்கள்ல வெறும் சாங்ஸ்ல மட்டும் டான்ஸ் ஆடி இருக்காங்க. அதுக்கப்புறம் பட வாய்ப்பு വെറും പാട്ടുകളിൽ മാത്രമാണ് അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നത്, നഗ്നതയാണ് കാണിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഒരു ഉൾവിളി വരുന്നു, അള്ളാഹുവിന്റെ ഉൾവിളി എന്ന് പറയേണ്ടി വരും. അവർ ആ മതം വിശ്വസിക്കുകയും ആ മതത്തിന്റെ നേരായ വഴി അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ജാസിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പല ആളുകളും പറയും അവരുടെ സത്വം മനസ്സിലാക്കി അവർ ആ മതം സ്വീകരിച്ച് മുന്നോട്ട് പോയതല്ലേ, നമ്മൾ എന്തിനു പറയുന്നു, പടച്ചവനും അവരും തമ്മിൽ ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊന്നും എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന തെറ്റുകളെ തിരുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണെന്നുള്ളതാണ്. അവർ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു, ഇന്ന മതത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള മത ആചാരങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെയും അവഹേളിക്കുമ്പോൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു AI ഫോട്ടോ പുറത്തു വന്നു, അത് അവർ തന്നെ ഷെയർ ചെയ്തതാണ്. ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അവർ ആരാധിക്കുന്ന 3 ദൈവ രൂപങ്ങളുണ്ട്. അവരനുകരിച്ചുകൊണ്ട് AI ഫോട്ടോ നിർമ്മിച്ച് ജാസി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു. വലിയ രീതിയിൽ ചർച്ച വന്നപ്പോൾ അവർ നൈസായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് മുങ്ങി എന്നുള്ളതാണ്. ഒരിക്കലും ഒരാൾ ഇന്ന മതത്തിൽ ജനിച്ചത് കൊണ്ട് ആ മതത്തിലുള്ള ആളാവണമെന്ന് ഒരു നിർബന്ധമില്ല, അല്ലെ? ഇവിടെ മുംതാസ് പറഞ്ഞതുപോലെ തന്നെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ആരാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത് എന്നുള്ളത്. മുസ്ലിമായി ജനിച്ചത് കൊണ്ട് എല്ലാവരും ഇസ്ലാം ആകണമെന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയി, എന്താ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്നുള്ളത്. അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവര് ആ മതത്തിനെ അവഹേളിച്ച് നടക്കുന്ന ആളുകളുണ്ട്, ആ മതം വിട്ടുപോയിട്ട് ആ മതത്തെ അവഹേളിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഇസ്ലാം ആണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് മുംതാസ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ജാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഉസ്താദ് പറയുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കാം. ആൺകുട്ടിയായിട്ട് ജീവിച്ചവർ പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി കുറെ കാലം ഇങ്ങനെ പോയി. ആ പെണ്ണ് മരണപ്പെട്ടാൽ, ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ്? മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമൊന്നുമല്ലല്ലോ, തൊട്ട ഒന്നും മുറിയൊന്നുമില്ല. അതിന്റെ മുന്നേ, മരിക്കണതിന്റെ മുന്നേ ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിന്റെ മസലായിരിക്കും. പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലോ ആണിന്റെ മസലായിരിക്കും. നിലവിൽ പൂർണ്ണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പില്ല. കൃത്യമായ വീക്ഷണമാണ്, കൃത്യമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും പെണ്ണായിട്ടില്ലല്ലോ, മുകളിൽ മാത്രം സർജറി കഴിഞ്ഞ് അടിയിൽ സർജറി കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ആര് മരണപ്പെട്ട കുളിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു ചോദ്യമാണിത്. പിന്നെ ഈ മതത്തിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പോവണം അവര്. പക്ഷെ അവരത് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവഹേളനം ആ നാട്ടുകാർക്കും ആ സമുദായത്തിനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസെങ്ങാനും ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവർ വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിട് പോകും. പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാറിട കൊണ്ട് ചുങ്ങിപ്പോകും. അപ്പൊ അവരാണെന്നെ നടത്തും. കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്തനം ചുങ്ങണത്. അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ്ണ് ഹോർമോൺ കുത്തിവെക്കണം. പൂർണ്ണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസലയാണ്. ഓനെ തൊട്ട ഒതുമറിയില്ല, ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ്. പൂർണ്ണമായി പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസലയാണ്. അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളെപ്പ തൊട്ട ഒതുമുറിയും. പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാവാനൊന്നും പറ്റൂല. പിന്നെ എങ്ങനെയാണ് ഒരു ഔലിയ കറാമത്തോണ്ടാക്കി സങ്കല്പിച്ചോളൂ.
ഒരൗലിയ കറാമത്തോണ്ട് ഒരു മയമീനെ നേരെ ഭാഗത്തും നോക്കി, ഫുള്ളി മാറി. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധനങ്ങളില്ലേ, ഓലെ പെൻഡുലം പോയി തന്നെ ഉള്ളൂ. പ്രസവിക്കാൻ പറ്റില്ല, നേരാവണ്ണം സെക്സ് പറ്റുമോ ഇല്ല, ഗർഭാശയുണ്ടോ ഇല്ല, ഹയല് വരുമോ ഇല്ല, ഹയതിന്റെ കൃത്യം 14 ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുക, അണ്ടവിസർജനം അതുണ്ടോ ഇല്ല, പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലുക്കി നടക്കാനുള്ള 2 സാധനം ഉണ്ടാക്കി, അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. പക്ഷെ ഇതൊന്നും ജാസി സമ്മതിച്ചു തരില്ല. എനിക്ക് ഗർഭപാത്രം ഉണ്ടെന്നും അതേപോലെ തന്നെ ഞാൻ പെണ്ണാണെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. KSRTCയിലുള്ള യാത്ര അത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ പകുതി പൈസയെങ്കിലും ഞാൻ കൊടുക്കും, അങ്ങനെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് ചൊറിയുന്ന ഒരാളാണ്. സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മതത്തെ അവഹേളിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം മതത്തെ മാത്രമല്ല അവഹേളിക്കുന്നത്, ഹിന്ദു മതത്തിലേക്കും കയറി ചെല്ലുന്നിട്ട് അവരുടെ ആചാരങ്ങളിൽ പങ്കെടുത്തിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ? ചില ആൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോ എന്നാണ്. ഉണ്ട്, എനിക്ക് ഗർഭാത്രം ഉണ്ട്. അല്ല ഞാൻ പൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോ ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ട്രെയിനിൽ യാത്രയിലിടയിൽ കാണുന്ന കുറെ ഹിജഡാസിനെ എനിക്ക് ഓർമ്മ വന്നത്. അവരാണ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കാണിച്ചു കിടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ വീഡിയോസ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർ വന്നിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളും അങ്ങനെയാവട്ടെ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവട്ടെ, അതാണ് ഇതാണ് എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയായിരുന്നു വ്യക്തമായി ഞങ്ങൾ കണ്ടതാ, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങളും വിട്ടിട്ടുണ്ട്. നിങ്ങളെ വിവാഹവും നിങ്ങളുടെ താടിയും മുടിയും എല്ലാ തേങ്ങാക്കൊലയും നമ്മളെല്ലാവരും കണ്ടതാ. നിങ്ങൾ ഇത് വെച്ചിട്ട് എന്താണ് കാണിക്കുന്നത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ബാക്കി കാണാം. അപ്പൊ പൂർണ്ണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസല, പൂർണ്ണമായി ആണായാൽ ആണിന്റെ മസല. ഈ മസലയാണ് ഇവിടെയും വരിക. 100% ഒരാൾ പെണ്ണായി എന്നാ പിന്നെ പെണ്ണിനെ തൊട്ടാ പോലെ ഒന്നും മുറിയും. അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ്ണ് തന്നെയാണ്. അതല്ലാത്ത കാലത്തോളം അത് ആണെന്നെയാണ്. പിന്നെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. പെണ്ണിനെ പോലെ ഹോർമോണൊക്കെ കുത്തിവെച്ചത് കൊണ്ട് പെണ്ണിന്റെ ശരീരം പോലെ കുറെ ഭാഗത്തൊക്കെ തോന്നുന്നത് കൊണ്ടും എന്ത് ചെയ്യേണ്ടി വരും, നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതായത് ഇവരെ ആണിനും കുളിപ്പിക്കാൻ പറ്റില്ല, പെണ്ണിനും കുളിപ്പിക്കാൻ പറ്റാത്ത രീതിയിലായി പകുതിയായിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഇതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്ത്രീവേഷം കെട്ടി നടക്കരുതെന്നും പുരുഷവേഷം കെട്ടി നടക്കുന്നത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വിവാഹം കഴിച്ചതാണ് ഇവര്. അത് ഒഴിവാക്കിയതിനു ശേഷമാണല്ലോ പിന്നെ ഈ വേഷം കെട്ടി നടക്കുന്നത്. എല്ലാതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണല്ലോ. അപ്പൊ ഇവരെ മഹൽ കമ്മിറ്റി ഒക്കെ എപ്പോഴും അടുപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു തെറ്റായ കാര്യമാണ്, ഒരു തെറ്റായ സന്ദേശമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ഈ മഹലിലൊക്കെ കടന്നുകൂടിയെന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ പുറത്താക്കിയിട്ടുണ്ടാവാം, പറയാനൊന്നും കഴിയില്ലല്ലോ. കാരണം ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഇവർ ഈ വേഷം കെട്ടി നടക്കുന്നത്. അതുവരെ ഉപ്പ തലയെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിരുന്നു. മരണപ്പെട്ടത് കൊണ്ട് അദ്ദേഹം കഴിച്ചിലായി. ഇപ്പോൾ വീട്ടിൽ ഉമ്മ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള വീട്ടുകാരും കുടുംബക്കാർക്കും ഒന്നും ഒരു താല്പര്യമില്ല എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് ആ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഇവന്റെ കാട്ടിക്കൂട്ടലുകൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്ത് ചെയ്യാനാണ്, ഓരോ അവസ്ഥകളല്ലേ. ഇനി നമുക്ക് ഗ്ലാമറസ് വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന മുംതാസ് എങ്ങനെ മാറി, എന്താണ് പറയുന്നത് ഒന്ന് കേട്ടാലോ. I'm not saying Muslims are perfect. No, Islam is perfect. Muslims are not perfect. Your religion may be perfect. The people in your religion are not perfect. Correct? For me, my religion is the most perfect. For you, your religion is the most perfect. No problem. But for your religion, you cannot treat the community with that eyesight. நீங்க எல்லாருக்கும் அதே பார்வையோட பார்க்க கூடாது. In no book, Islam என்ன சொல்றது தெரியுமா? Taking a single innocent life is equal to killing whole humanity. Captions போடுங்க, இது ரொம்ப important message. Killing one innocent human being is killing whole of humanity, and saving one innocent life is equal to saving all of humanity. இது இஸ்லாமோட டீச்சிங். இது வயலன்ஸா தெரியுதா உங்களுக்கு? ഒരിക്കലല്ല ഒരു വയലൻസ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു ചെറിയ ജീവിയെ കൊല്ലുന്നത് പോലും മുഴുവൻ ജീവജാലങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്നുള്ളതാണ്. പകരം ഒരു കുഞ്ഞു ജീവിയെ രക്ഷിച്ചു എന്ന് കൂട്ടുക, അത് ഈ ഭൂലോകം തന്നെ രക്ഷിച്ചതിന് തുല്യമാണ് എന്നുള്ളതാണ്. അത്തരം വാക്കുകളൊക്കെയാണ് ഖുർആനിൽ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോഴാണ് ആ മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകൾക്ക് അവഹേളനമായിട്ട് ജാസിയെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇനി ജാസി ചെയ്ത ഏറ്റവും വലിയൊരു ഉളത്തരാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരം അവർ ആരാധിക്കുന്ന സ്ത്രീ ദൈവ രൂപങ്ങളെ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ്. നിങ്ങൾ പറയണം ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയിട്ടില്ല, ഭയങ്കര ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, ഒരാൾക്കും അതിലൊരു വിരോധവും ഇല്ലാന്ന് ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയണം. ഒരാൾക്കും. എനിക്ക് വിരോധമുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് വിരോധമുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും എനിക്ക് മെസ്സേജ്, ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടേ ഇല്ല, വല്ലാഹിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടേ ഇല്ല. എനിക്ക് പലരും ഇത് ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് വെച്ചിട്ട് ആ പ്രൊഫൈലൊന്നും ഞാൻ വെച്ച് വിടണമെന്നൊന്നുമില്ല. പിന്നെ പല ആൾക്കാരും ഡിലീറ്റ് ആക്കി പോയതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്
ഞാൻ അങ്ങനെ ഒരു സാധനം ഇട്ടത്. പിന്നെ നിങ്ങളുടെ കമന്റ് ബോക്സ് ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സ് മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളല്ല, 10-8 ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത്. ദയവ് ചെയ്തിട്ട് എന്നോ സ്പോട്ടോ മാത്രം പറഞ്ഞു നിങ്ങൾ ഡിലീറ്റ് ചെയ്തെന്ന് പറയാം. നിങ്ങൾക്ക് നാണക്കെടാണത്. അങ്ങനെ ഞാൻ എന്നെ വേള പേടിച്ച് നിങ്ങൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് ഇതിന്റെ ഒരു വശം. ഈ പറയുന്നത് പോലെ എനിക്ക് ഈ ആണുങ്ങളോട് എനിക്ക് ഒരു വിരോധമോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ ചെയ്യുന്ന നല്ല വീഡിയോസ് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഞാൻ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, ഇപ്പോഴും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. നല്ല വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. അതിന് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി ഞാൻ റിയാക്ട് ചെയ്യും. പിന്നെ നിങ്ങളെ ഞാൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ? രണ്ടാൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഇതൊക്കെ പോകുന്നുണ്ട്. ഓ മാൻ, കമോൺ മാൻ, കമോൺ. പിന്നെ നിങ്ങൾ മനസ്സ് കൈവച്ച് പറയും, നിങ്ങളെ പടച്ച റബ്ബിനെ തൊട്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ആ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ സരസ്വതി ദേവിന്റെയും ദേവികളുടെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾ തോന്നിയിട്ടില്ല ഇതൊരു കോൺട്രവേഴ്സി ആവുന്നു? തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ റീപോസ്റ്റ് ചെയ്യണോ? അത് ജാസിനോടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത്. നിങ്ങൾ അത് റീപോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെവിന്റെ പ്രശ്നമാണ് ബ്രോ, ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നുള്ളതാണ്. അധികം ആളുകൾ അറിഞ്ഞിട്ടൊന്നുമില്ല. ഒരു കാര്യം പറയുന്നുള്ളൂ, നമുക്ക് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനോടും യാതൊരു വെറുപ്പുമില്ല. പക്ഷെ ഞാൻ ഇന്ന മതത്തിലാണ് ജനിച്ചത്, ഞാൻ ഇന്ന മതക്കാരിയാണ്, ഇന്ന മതക്കാരനാണെന്ന് പറഞ്ഞു കണ്ട് ആ മതത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടല്ലേ പോകുന്നത്, സ്നേഹത്തോട് കൂടിയിട്ടല്ലേ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിലേക്ക് എന്തിനാണ് ഈ മണ്ണ് വാരി എറിയുന്നത്? ജാസി കുറെ നാളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. എന്തായാലും ആഷിയുടെ ഉമ്മയുടെ ഒരു ശാപം അതെന്തായാലും കറങ്ങി തിരിഞ്ഞവിടെ കിടക്കുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലത്തെ മക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാവുന്നത്. നിന്റെ ശാപം ഒന്നും കേൾക്കൂല. നീ കൃത്യമായിട്ട് ആ മതത്തെ അവഹേളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ പോലും വളച്ചൊടിക്കാൻ ശ്രമിച്ച ആളാണെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിനക്ക് ആ മതത്തിൽ ജീവിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. നീ അത് വിട്ടിട്ട് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളൊന്നും പറയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നോമ്പുകാലായ അങ്ങനെ ഒരു പ്രഹസനം കാണിക്കും, പിന്നെ പള്ളിപ്പെരുന്നാളായ അത് കാണിക്കും, പിന്നെ ആറ്റുകാൽ പങ്കാല പോലത്തെ അങ്ങനത്തെ പരിപാടി വരുമ്പോൾ അതിൽ പോവും, പിന്നെ കൊറ്റംകുളങ്ങര അല്ലെ അവിടെ പോയിട്ട് വേറെ കാട്ടിക്കൂട്ടല്. ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതാണ്. എത്ര ആളുകൾ മാന്യമായി ജീവിക്കുന്നുണ്ട് ഇവിടെ, എത്ര ട്രാൻസ് മാന്യമായി ജീവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ജാസിക്ക് കഴിയില്ല എന്നുള്ളതാ. ജാസിക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാ. അത് ഇനി എത്ര വലിയ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിലാണെന്നുള്ളതാ. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറയും, ജാസിയുടെ പ്രാക്ക് ആർക്കാ കൊള്ളാൻ പോകുന്നേ? ആഷിയുടെ ഉമ്മാന്റെ കണ്ണുനീരിന്റെ മുന്നിൽ ഇവന്റെ ഈ ശാപമൊക്കെ വെറും വെണ്ണീറല്ലേ അല്ലേ? അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.